Greetings and welcome to Brown Girl. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ക്രിസ്മസ് സീസൺ ആണ്. അപ്പോൾ ക്രിസ്മസ് സീസണിൽ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്നാക്സ്. അതിൽ ഫസ്റ്റ് സ്നാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഐറ്റമിന് നമ്മൾ വിളിക്കുന്ന പേര് പൂക്കുല എന്നാണ്. ബിക്കോസ് അതിന്റെ പേരറിയാത്തത് കൊണ്ടാണ്. അതിന്റെ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾക്ക് ഒരു കപ്പ് മൈദ വേണം. ഇവിടെ ഞാൻ 3 കപ്പ് മൈദ എടുക്കും. ഇപ്പോൾ ഒന്നേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. 3 കപ്സ് മൈദ, അതിന് ഒരു മുട്ട, പിന്നെ ഇത് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ മുട്ടയ്ക്കൊന്ന് അതിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്, ഒരു 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1.5 ടീസ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. ആ ഗീ നമ്മൾക്ക് ഇതൊന്ന് എന്താ പറയാ ഒരു മയം വരുത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ഷുഗർ വന്നിട്ട് നമ്മൾക്ക് ലാസ്റ്റിൽ ഒരു ഷുഗർ കോട്ടിംഗ് കൊടുക്കാനുണ്ട്. ഇത് നമ്മൾക്ക് തൽക്കാലം മാറ്റിവെക്കാം. പിന്നെ നമ്മളുടെ ഈ ഉപ്പൊന്നിട്ടു. അതിനുശേഷം ഈ ഏലക്കപ്പൊടി ഇട്ടു. അതുപോലെ ഒരു ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയാണ് ലാസ്റ്റ് ഇട്ടത്. ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾക്ക് ഈ മൈദ ഒന്ന് മയപ്പെടുത്തി എടുക്കുക. ഒരു കാൻഡിലിന്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നെയ്ക്ക് നേരി ഒരു ചൂട് വേണം. അത് ഉരുകുന്നുണ്ട് കേട്ടോ നെയ്യ്. ഒരു 2.5 കപ്സ് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. 3 കപ്സ് എടുത്തിട്ടില്ല. ഒരു 2.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ നെയ്യ് ഇതിന്റെ മുകളിലേക്കൊന്ന് ഇടാം. നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദയുടെ എല്ലാ ഭാഗത്തും ആ നെയ്യൊന്ന് കൂടണം. ഇതൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാമറയിൽ മനസ്സിലാവുന്നില്ലായിരിക്കാം, ബട്ട് അത് കളർ ഒരു ഡിഫറൻസ് ചെറുതായിട്ടൊന്ന് വരും നനവ് വരുമ്പോൾ. അതിനുശേഷം ഈ മൈദ നമ്മൾക്കൊന്ന് എഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും ഒന്ന് ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ടൈറ്റ്, ലൂസ് അല്ല, നമ്മളൊരു ചപ്പാത്തി ഡോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു കുറച്ച് തിക്കായിട്ട്. ഫസ്റ്റ് ഇപ്പം നമ്മളൊന്ന് ആ നെയ്യ് ഇട്ടിട്ടൊന്ന് തൂത്തു മൈദയ്ക്കകത്ത് എല്ലായിടത്തും ഒന്ന് നെയ്യ് സ്പ്രെഡാക്കി, ചൂട് നെയ്യ്. അതിനുശേഷം മുട്ടയും ഉപ്പും ബേക്കിംഗ് സോഡ ആൻഡ് ഏലക്കപ്പൊടി, കുറച്ച് ഏലക്കപ്പൊടി മതി, അതും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്തതും കൂടെ ഈ മൈദയ്ക്കകത്തോട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി. അടുത്തത് കുറച്ച് വെള്ളം നമ്മൾക്കൊന്ന് ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം. ഇതൊരു ക്രിസ്പി ആൻഡ് ക്രഞ്ചി സ്നാക്കാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് ഇതിൽ നമ്മൾക്ക്
ഉണ്ടകളായിട്ട് പരത്തിയെടുക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചപ്പാത്തി ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ എനിക്കിതാണ് എളുപ്പം. നമ്മളിത് പരത്തുമ്പോൾ ഒത്തിരി പൊടിയാവാതെ നോക്കുക. ഒത്തിരി പൊടിയായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ കരിയാൻ സാധ്യതയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ക്രിസ്മസിന് ഇതൊക്കെ നമ്മളാട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് മമ്മിക്ക്. നമ്മൾക്ക് ഈ ചെറിയ ചെറിയ പൂരിയൊന്നും ഉണ്ടാക്കാൻ അന്ന് അറിയില്ല, കുട്ടികളല്ലേ. അപ്പോൾ വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് മമ്മി ഒരു മൂടി തരും, എന്തെങ്കിലും കുപ്പിയുടെ മൂടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വെച്ച് അല്ല ഈക്വൽ സൈസായിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കുമായിരുന്നു. ആദ്യം ഇതുപോലെ പൂരി പോലെ പരത്തിയെടുത്ത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുൻപ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നല്ല നിങ്ങൾ ചെയ്ത് നോക്കുക, അതിൻ്റെതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇതിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂക്കുല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. പൂക്കുല ഉണ്ടാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് അതിനൊരു ഷുഗർ കോട്ടിംഗ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. ഒരു കപ്പ് ഷുഗറും ഒരു 3/4 കപ്പ് വെള്ളം മതി കേട്ടോ. ഒപ്പം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം കുറവ് നിന്നാൽ മതി. ഒത്തിരി ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. ചുമ്മാ അങ്ങിട്ട് ഇതാക്കിയിട്ട് കാരണം നമുക്ക് വൈറ്റ് കളർ തന്നെ വേണം. അപ്പോൾ ഷുഗറിന്റെ കളർ മാറിപ്പോകരുത് കേട്ടോ. ഒരു സ്നോയി പോലെ ഇരിക്കും, മഞ്ഞ് പിടിച്ചതുപോലെ ഒരു വൈറ്റ് കളർ കോട്ടിങ് വേണം. അപ്പോൾ നമ്മൾ ഷുഗർ ഒന്ന് ചൂടാക്കിയതൊന്ന് വേഗം ഉരുകാൻ വേണ്ടിയിട്ടാണ്. ചൂടാക്കുമ്പോൾ ഷുഗറിൻ്റെ കളർ മാറാതെ നോക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ആയി വരാനായിട്ട്. സിറപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഈ ഷുഗർ സിറപ്പ് വെള്ളം പോലെ ഇരിക്കരുത്, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അതായത് അത് പിടിച്ചു നോക്കുമ്പോൾ ഒരു നൂൽ പാകം എന്നൊക്കെ പറയും, ആ കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വരണം. കാരണം ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ കോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു നനഞ്ഞിരിക്കും, ആ ക്രിസ്പിനെസ് കിട്ടത്തില്ല, വേഗം കേടാവാനും സാധ്യതയുണ്ട്. ശരിക്കും നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ പോയി ഒരു നൂൽ പാകത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസം വെക്കാം. ക്രിസ്മസിന് ഒരു 2 ആഴ്ച മുൻപൊക്കെ തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. നമ്മളുടെ സിറപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ചൂടാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതായി വേണം. എൻ്റെ കൈ പൊള്ളുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ ഈ എന്താ പറയുക, ഇത് ഇത്ര ഫ്രൈ ആവണം. നമ്മൾ ഇച്ചിരി ഫ്രൈനെസ് കുറച്ചെടുത്താൽ ഇത് ആ ക്രിസ്പിനെസ് വന്നിട്ടില്ല, കുറച്ച് ക്രിസ്പിനെസ് കുറവാണ്. അപ്പോൾ ഈ കളറിലൊന്ന് മുരിച്ചെടുക്കുക. വേണ്ട സിറപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഇടുകയാണ്. ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് പിടിക്കണം. കഴിയുന്ന വിട്ട് നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് തണുത്തു പോകും. ഒത്തിരി ചെയ്യുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ കൂടിക്കിടന്നാൽ എല്ലാത്തിനും പിടിക്കത്തുമില്ല. പിന്നെ അത് നനയാൻ സാധ്യതയുണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇപ്പം എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്കിതിനെ
ഇത്ര കിട്ടുമല്ലോ. കണ്ടോ, ഇതൊക്കെ കുറേ ഇത് തണുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഒത്തിരി ഇതാ ചട്ടിയിൽ തന്നെ പോകുന്നുണ്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെടുത്ത് കഴിച്ചോളും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ ഷുഗറൊക്കെ കഴിച്ചിരുന്ന കേട്ടോ. ഈ ഷുഗറിനൊക്കെ അന്ന് ഇടിയായിരുന്നു. ഇനി ഇതിൽ വിട്ടുവിട്ട് പോരും ഷുഗർ. ഇതിൽ കാര്യമായിട്ട് സ്നാക്കിൽ കാര്യമായിട്ടൊന്നും മധുരം പിടിക്കത്തില്ല. എല്ലാം കുറേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പാത്രത്തിൽ തന്നെ പൊയ്ക്കോളും. അത് കുട്ടി കുറുമ്പന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവർ തീർത്ത് തന്നോളും ഇതൊക്കെ. See you all soon again. Thanks for watching. Happy Christmas in advance.